ഹായ് ഓൾ, അല്പം വൈകിട്ടുണ്ട് എങ്കിലും പറയാം. 2010 ലോകാരോഗ്യ സംഘടന ജൂലൈ 28 വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിട്ട് ആചരിക്കാൻ തീരുമാനിക്കുന്നത്. നമുക്കറിയാം എന്തിനായിരിക്കും ഈ ഒരു ഡേ ഇങ്ങനെ ഡേ ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ചതെന്നുള്ളത്. കാരണം ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള രോഗത്തിനെ കുറിച്ച് ജനങ്ങളിലേക്ക് അതിൻ്റെ ബോധവൽക്കരണം നൽകുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ഹെപ്പറ്റൈറ്റിസ് എന്നുള്ളതിൽ ഒരു കരളിനെ ബാധിക്കുന്ന വൈറൽ അസുഖമാണ്. ഇത് ഹെപ്പറ്റൈറ്റിസ് എ മുതൽ ഇ വരെയുണ്ട്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും സാധാരണയായി സംഭവിക്കുന്നത് വൃത്തിഹീനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയൊക്കെ തന്നെയാണ്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഡി ഇവകൾ കണ്ടുവരുന്നത് മദ്യപാനം പോലത്തെ കാരണങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം കൊണ്ടോ, അതല്ലെങ്കിൽ ഈ രോഗമുള്ള ആളുകളിൽ നിന്നുള്ള ബ്ലഡ് അല്ലെങ്കിൽ സിറിഞ്ച് ഉപയോഗിച്ചതുകൊണ്ടൊക്കെ തന്നെ രോഗം വരാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ കാലത്ത് ഈ രോഗത്തിന് വാക്സിനുകളും മരുന്നുകളൊക്കെ അവൈലബിൾ ആണ്. എങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു അസുഖം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിൻ്റെ കോംപ്ലിക്കേഷൻ ആയി ക്യാൻസർ വരെ എത്താവുന്ന അവസ്ഥകളാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ, അഥവാ ഒരു രോഗം വരാതിരിക്കാൻ നോക്കുന്ന മുൻകരുതലുകൾ എടുക്കൽ നമുക്കെപ്പോഴും അത്യാവശ്യമാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാനാവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു രോഗിയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ആ രോഗി ഉപയോഗിച്ച വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അഥവാ ഉപയോഗിക്കേണ്ടി വന്നാൽ തന്നെ, അഥവാ ചിലപ്പോൾ നമ്മൾ ഒരു പെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്ന ഒരു അവസ്ഥകൾ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ സാനിറ്റൈസർ ഉപയോഗിച്ച് കൊണ്ടോ അതല്ലെങ്കിൽ നന്നായി സോപ്പിട്ട് കൈ കഴുകുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, നമ്മൾ നന്നായിട്ട് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കുക. നമ്മുടെ ഹെൽത്തി ആയി നിൽക്കാൻ വേണ്ടിയിട്ട് നന്നായി ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളത്, ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് നന്നായിട്ട് ക്ഷീണം, അതുപോലെ തന്നെ വോമിറ്റിങ്, ലൂസ് മോഷൻ, ശരീരത്തിൽ മഞ്ഞപ്പിത്തമുള്ള പോലെ മഞ്ഞ കളറുകളൊക്കെ കാണും. ഈ ലിവറിൻ്റെ ഫങ്ഷൻ ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഓർഗനുകളിലേക്കും അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിവർ നന്നായിട്ട് നോർമലായിട്ട് കൊണ്ടു നിർത്താൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു വെരി മച്ച്. ഹിയർ ഡോക്ടർ അബൂബക്കർ സിദ്ദീഖ്.